Malabar Gold and Diamonds presents Nuva, nature's finest creations. മൂവാറ്റുപുഴ നഗരത്തെ ശുചീകരിക്കുന്നതിനായി ആവിഷ്കരിച്ച ക്ലീൻ സിറ്റി മൂവാറ്റുപുഴ ക്യാമ്പയിൻ ശക്തമാക്കി നഗരസഭ അധികൃതർ. വഴിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ പിഴ ചുമത്തുന്ന നടപടികൾ ഉൾപ്പെടെയാണ് നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. നഗരത്തെ ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും മാതൃകാ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നഗരസഭ അധികൃതർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തെ ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും മാതൃകാ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ നഗരസഭ നടപ്പാക്കുന്ന ക്ലീൻ സിറ്റി മൂവാറ്റുപുഴ 30 ദിവസത്തെ ശുചീകരണ ക്യാമ്പയിൻ ശക്തമായി തുടരുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൊതുസ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ചുമത്തുന്ന നടപടികൾ ഇതിനോടകം ആരംഭിച്ചതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി. മാലിന്യം തള്ളുന്ന ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് വിവിധ വാർഡുകളിൽ പരിശോധന നടത്തും. ആവർത്തിച്ചു മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനൊപ്പം അവ വീണ്ടും മാലിന്യക്കൂമ്പാരങ്ങളാകാതിരിക്കാൻ നിരന്തര നിരീക്ഷണവും ഉറപ്പാക്കും. പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ പുഴകളിലോ മാലിന്യമോ മലിനജലമോ തള്ളുന്നതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതും കേരള മുനിസിപ്പാലിറ്റി ആക്ട് 337, 340 എന്നിവ പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണെന്നും നഗരസഭ ഓർമ്മപ്പെടുത്തി. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 5000 മുതൽ 50,000 രൂപ വരെ പിഴയും നിയമപ്രകാരമുള്ള മറ്റ് നടപടികളും സ്വീകരിക്കും. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും നഗരത്തിന്റെ ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്നും നഗരസഭ ഓർമ്മിപ്പിക്കുന്നു. മാലിന്യം നിയമവിരുദ്ധമായി നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഈ വിവരം മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിലോ സെക്രട്ടറിയെയോ ചെയർപേഴ്സണെയോ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സണെയോ അറിയിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.